സുഖമില്ലാത്ത ഒരു അച്ഛനെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഒരു നഴ്സുണ്ട്. പകൽ മുഴുവനും ആ നഴ്സ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നഴ്സ് അച്ഛൻ്റെ ചെവിയിൽ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ മോന് പുറത്ത് നിൽക്കുന്നുണ്ട്, അവനെ ഇങ്ങോട്ട് വിളിച്ചോട്ടെ. മോനെ ഇങ്ങോട്ട് വിളിച്ചോട്ടെ എന്ന് നഴ്സ് ചോദിച്ചിട്ടും ഇദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല. കാരണം മറുപടി പറയാനൊന്നും ഇദ്ദേഹത്തിന് കഴിയില്ല. പക്ഷെ നഴ്സ് വേഗം പുറത്തേക്ക് പോയിട്ട് ആ മകനെ വിളിച്ച് അയാൾ ഓടി വന്നു. നഴ്സ് പറഞ്ഞു, അച്ഛൻ്റെ കൂടെ തന്നെ നിന്നോളൂ, അച്ഛന് തീരെ വയ്യ, അച്ഛൻ്റെ കൂടെ തന്നെ നിന്നോളൂ. അയാൾ അച്ഛൻ്റെ കൂടെ തന്നെ നിന്നു. അച്ഛനെ ഇങ്ങനെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നതിനിടയിൽ അച്ഛനൊന്ന് പിടഞ്ഞു, മരിച്ചു. അപ്പോഴേക്ക് ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും ഓടി വന്ന് എല്ലാവരും അയാളുടെ ചുറ്റും ഇങ്ങനെ നിൽക്കണം. ആ സമയത്ത് ഈ മകനില്ലേ, ആ മകൻ ആ റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നഴ്സിനോടൊരു ചോദ്യം. ആ ചോദ്യം കേട്ട് നഴ്സ് ആകെ അമ്പരന്ന് പോയി. അയാൾ ചോദിച്ചത് ഇതാരാണ് എന്നാണ്. ഇതാരാണ്? നഴ്സ് ചോദിച്ചു, നിങ്ങളുടെ അച്ഛനല്ലേ? അല്ല, എന്റെ അച്ഛൻ അപ്പുറത്തെ റൂമിലാണ് ഇരിക്കുന്നത്, അപ്പുറത്തെ റൂമിലാണ് അച്ഛൻ കിടക്കുന്നത്. പിന്നെ എന്തിനാ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഓടി വന്ന്? എന്നെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഓടി വന്നു. നഴ്സ് അയാളുടെ മുന്നിൽ ഇങ്ങനെ കൈകൂപ്പി നിന്നു. ഒരാവശ്യം വന്നപ്പോൾ നിങ്ങൾ വിളിച്ചപ്പോൾ ഓടി വന്നല്ലോ. ഒരു ചോദ്യവും ചോദിച്ചില്ല, ഒരു സംശയവും പറഞ്ഞില്ല, എന്തിനാണ് എന്ന് ചോദിച്ചില്ല. എന്നെ ആവശ്യമുണ്ടോ? ഞാനവിടെ ഉണ്ട്, മരിച്ചാലും മറക്കില്ല എന്നുള്ള ഒരു വാക്ക് പറഞ്ഞ് നഴ്സ് ഇങ്ങനെ കൈകൂപ്പി നിന്നു. ഒരായുസ് കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ ആവശ്യമുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഉണ്ടാവുക എന്നുള്ള, നമ്മൾ ആവശ്യമുള്ളൊരു മനുഷ്യന് നമ്മൾ ഉണ്ടാവുക എന്നുള്ള.